മടത്തറ രാജൻ എന്നുണ്ട്. കുഴപ്പമില്ല, അല്ലെങ്കിൽ വിളിക്കണേ കൈ അടിച്ചോ, ഈ വിളിക്കാം. ശ്രീ മടത്തറ രാജൻ പ്ലീസ് വരൂ. എവിടെ? ആ ചേട്ടാ വന്നോട്ടെ കുഴപ്പമില്ല, വരൂ, കുഴപ്പമില്ല. ആ വരൂ ഇത് ഇതാണ് മടത്തറ രാജൻ. നമസ്കാരം. കുറെ നേരം കൊണ്ടൊന്ന് സെൽഫി എടുക്കണം, ഫോട്ടോ എടുക്കണം, മിമിക്രി കാണിക്കണം. ഷിജിന്റെ ഒക്കെ കൂട്ടുകാരെ, നമ്മുടെ സ്പോർട്സർമാരുടെ അല്ലേ? അത് മൈക്ക് പറഞ്ഞാൽ മതി. സ്പോൺസറിന്റെ വീട്ടിൽ ഞാൻ റബ്ബർ വെട്ടാൻ പോകുന്നു. ഓ അത് ശരി. റബ്ബർ വെട്ടി കുടിക്കാറുണ്ടോ? അതോ റബ്ബറും പാല് കുടിക്കുന്ന സാറ് കുടിച്ചാൽ മതി, ഞങ്ങളത് കുടിക്കാറില്ല. ഞങ്ങളത് ഇങ്ങനെ കട്ടിയാക്കിയിട്ട് ഷീറ്റ് അടിച്ച് വിൽക്കും. ശരി. മിമിക്രി മുമ്പ് കാണിച്ചിട്ടുണ്ടോ? മിമിക്രി നേരത്തെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് സ്റ്റേജിൽ. എന്റെ പറഞ്ഞ ഭയങ്കര മിമിക്രി ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മൂട് നെൽസന്റെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ആഗ്രഹം പറഞ്ഞ. അപ്പൊ എങ്ങനെ ഇവിടെ കയറണം? അതെ. അപ്പോഴേ മിമിക്രിയിൽ എന്തെങ്കിലും സംഭവം എന്ന് പറഞ്ഞു എങ്ങനെയാണ്? എന്താണ് സംഭവം? ഞാൻ കൈയടി അതൊക്കെ ചോദിക്കാറിയല്ലേ? ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ കൈയടിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കൈയടിച്ചിട്ടില്ല. അടിപൊളി. അപ്പൊ മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ സിനിമാ നടന്മാരുടെ സ്വരം ചെയ്യും. സ്വരം ശബ്ദം ആധികാരികമായിട്ടൊക്കെ സ്വരം ചെയ്യും. സ്റ്റാർ ഇമിറ്റേഷൻ. അതെ, പേടിപ്പിക്കല്ലേ? അല്ല, സ്റ്റാർ സൗണ്ട്സ്. ഓക്കെ. ആദ്യമായിട്ട് ഏത് താരത്തിന്റെ ശബ്ദമാണ് അവതരിപ്പിക്കുന്നത്? ആലോചിക്കുന്നു. അല്ല, ആദ്യം ഞാൻ തിലകൻ ചേട്ടന്റെ ശബ്ദം ചെയ്യും. എന്റെ ദൈവമേ, തിലകൻ ചേട്ടന്റെ ശബ്ദം ഭയങ്കര ബേസ് ആണെന്ന് ചേട്ടനോട് പറ്റുമോ? അല്ല, ഞാൻ ചെയ്ത് നോക്കാൻ ഈ ഇച്ചിരി തിലകൻ കറക്റ്റ് ആയില്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നമാവേ. പിന്നെ മടത്തറ ജംഗ്ഷനിൽ പോലും ഇറങ്ങാൻ പറ്റൂല. ചെയ്യും തിലകൻ ചേട്ടൻ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അനൗൺസ്മെന്റ്. അപ്പൊ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ക്യാപ്ഷൻ പറയും. പഞ്ച് തരും. ഈ തിലകൻ സാറിനെ കുറിച്ച് 1-2 ഡയലോഗുകൾ ഞാൻ പറയും. പറഞ്ഞു തീർന്നുണ്ട് മൈക്ക് പറയണം. ശരിയാണ്. അപ്പൊ അവിടെ തിരിഞ്ഞു വരണം. ഞാൻ തിരിഞ്ഞു വരാം. അവിടുന്ന് മലയാള നാടകവേദിയിൽ നിന്നും മലയാള സിനിമാ രംഗത്തെത്തിയ അതുല്യ താരം ശ്രീ തിലകൻ. ഈ അടുത്തിടെ നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രിയങ്കനായ താരം ശ്രീ തിലകൻ ഒരു നല്ല ശബ്ദത്തിനുടമ കൂടിയായ പ്രിയങ്കനായ താരം ശ്രീ തിലകൻ. പറഞ്ഞു. അല്ല, നിന്റെ പ്രസംഗം കഴിയട്ടെ, പിന്നെ പറയാം. അല്ല, അതെ, ഇങ്ങനെ വരുമ്പോ ഒരു സംഭവം ഞാനിത് പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, തിലകൻ സാറിന് ഇങ്ങനെ ഞാൻ പറയാൻ വരുമ്പോ ഇയാൾ പിന്നെയും സംസാരിച്ചോണ്ട് ഞാൻ എങ്ങനെ പറയുന്നത്? എന്റെ പൊന്ന് മടത്തരായണ, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ? പിന്നെന്തുവാ ചെയ്തോ തിലകൻ? നിങ്ങൾ മിണ്ടായിരിക്കാവോ? പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ച് കിട്ടത്തോളൂ. പഞ്ച് ഇനി വേണ്ട, ഞാനങ്ങ് പറഞ്ഞോളാം. ശരി, ഓക്കെ. പറ. തിലകനാണേ. കൊള്ളാങ്കി കൈയടിക്കണം, കൊള്ളത്തില്ലെങ്കിലും കൈയടിക്കണം. തിലകൻ. ശരി, തിലകൻ. നല്ല സ്റ്റൈല്. ഒരു തുമ്പ് ഇങ്ങനെ ഇട്ടേക്കുക. തിലകനല്ലേ? തിലകൻ. ശരി, ഓക്കെ. ഇവിടെ ആൾക്കാരുണ്ട്. എല്ലാരും ഉണ്ട്. പറഞ്ഞു. എന്നാ പിന്നെ നിങ്ങളുടെ കിണി കഴിയട്ടെ, പിന്നെ പറയാം. അല്ല, ചേട്ടൻ ചിരിച്ചു. ഞാൻ ചിരിച്ചല്ല, ഞാൻ തിലകന്റെ ഒരു അങ്ങനെ ഗമകം ഇട്ടതാ. ഗമകം പാട്ടിലല്ലേ? ഇതിനും ഉണ്ട് ഗമകം. ഓഹോ. ഇല്ലായിരിക്കാവോ? ഇല്ല, തിലകൻ ചെയ്തോ. പറഞ്ഞോട്ടെ. തിലകൻ. അതിനൊരു കുറവുമില്ല. ഓക്കെ. അളിയ ഇതിന്റെ ഇടയ്ക്കൂടെ ആരാളിയായി പി പോകുന്നത്? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞ ആ പട്ടി അവിടെ കെട്ടല്ലോ. ആ പട്ടി അടിച്ച് മാറ്റുകടെ. എന്റെ പൊന്നു സഹോദരൻ, ഞാൻ എന്റെ ഗമകം വിട്ടതാണ്. വീണ്ടും ഗമകം? പിന്നെ ഇനി ഇയാളെ ഒന്നും വേണ്ട, ഞാൻ പറയാം. നിങ്ങൾ കൈയടിക്കുവോ? തിലകൻ. നല്ല, നീ കൈയടിക്കണേ. ഓക്കെ, ഫൈനലി തിലകൻ. നല്ലതല്ലെങ്കിലും ശരിയാവുന്നില്ല, അത് പറഞ്ഞു പോട്ടെ. അഞ്ഞൂറാളുടെ മക്കളുടെ കളിയല്ലേ? അതല്ലേ? 12 വർഷം എൻ്റെ മനസാക്ഷി കോടതി ഞാൻ കൊള്ളയാണെന്ന് കേസിന്റെ വാദം യുദ്ധം കപമല മൂത്രം
ഉടനെ കിട്ടണം. നീനെ പറഞ്ഞ നിലാവിൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നെ പറഞ്ഞ എൻ്റെ ഭാര്യയുടെ ദുഃഖം മനസ്സിലാവില്ല. ഇതോടെ 30 മണി അല്ല അത് ലാസ്റ്റ് മറ്റേ കിമകം. ആ, അങ്ങനെ ഇടും. അതായത് കൊള്ളാല്ലേ കൊള്ളാല്ലേ നല്ല ക്ലാപ്പ് കൊടുത്ത കൊള്ളാം. സംഭവം മടത്തരായണ നീ നാടിന്റെ അഭിമാനമാണല്ലോ. അടിപൊളിയാണ്. അടുത്തായിട്ട് ചെയ്യുന്നു. അടുത്ത വെറൈറ്റി ശബ്ദമാണ്. വെറൈറ്റി ആരാണ്? ദുൽഖർ സൽമാൻ, മമ്മൂട്ടി, മോഹൻലാൽ? അങ്ങനല്ല, ഞാൻ വെറൈറ്റി. ഇത് തൊണ്ട വയ്യാത്തത് കൊണ്ടാണ് ഇച്ചിരി പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, നോക്കാം. എന്നാലും കുഴപ്പമില്ല. ആ. ഞാൻ ഇനി വിമാനം പൊങ്ങുന്ന സ്വരം. എന്റെ പൊന്നെ, വിമാനം പൊങ്ങുന്ന സൗണ്ടൊക്കെ ഇവിടെയുള്ള കൊച്ചു പിള്ളേർ വരെ ചെയ്യൂന്നേ. അതല്ലെന്ന് ഞാൻ ഒരു വെറൈറ്റി രീതിയിൽ വിമാനം പൊങ്ങുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ശബ്ദം അല്ലേ? അങ്ങനൊന്നും പറയാൻ അറിയത്തില്ല. പൊങ്ങുമ്പം ഉണ്ടാവുന്ന സ്വരം സൗണ്ട്. അതെ രാജന, ഈ പ്ലെയിൻ എവിടെ നിന്നാണ് പൊങ്ങുന്നത്? എവിടെ? മടത്തറ ജംഗ്ഷനിൽ നിന്ന്. എയർപോർട്ടിൽ തന്നെ പ്ലെയിൻ പൊങ്ങുന്നത്? അതറിയാമല്ലോ, പിന്നെന്തിനാ ചോദിക്കുന്നത്? അല്ലത് ഏത് എയർപോർട്ടിൽ നിന്നാ പൊങ്ങുന്നത്? ഏതെങ്കിലും എയർപോർട്ടിൽ നിന്നാ പൊങ്ങുന്നത്. പൊങ്ങുമ്പോ ഉണ്ടാകുന്ന സ്വരം. എയർ ഇന്ത്യ ആണോ? ഏറുന്നയാണോ കീറുന്നയാണോ എനിക്കറിയത്തില്ല. വിമാനം പൊങ്ങുമ്പം ഉണ്ടാവുന്ന സൗണ്ട്, ആ സ്വരം. ഓക്കെ റെഡി. അതിനൊരു കുറവുമില്ല. ഓക്കെ. Your attention please. നീ പെണ്ണോ ആണോ? ഫ്രക്കായിരിക്കും. അല്ലെങ്കിൽ പ്ലെയിൻ പൊങ്ങുമ്പോ ഇങ്ങനെ സൗണ്ട് സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ പറയാ. അവിടെ മീശയും പിടിച്ച് നിൽക്കുക. പറയാ വിമാനം പൊങ്ങുന്ന സ്വരം. വിമാനം പൊങ്ങുന്ന സൗണ്ട്. ഇച്ചിരി ഡിലേ ഇട്ട് കൊടുക്കണേ. ഹലോ ഹലോ ഹലോ. അങ്ങനെ അതാണ് ഡിലേ ആയിട്ട്. അങ്ങനെ ഒരു എടുക്കുന്നുണ്ട്. സാധാരണ ഇട്ട് കൊടുക്കുന്ന കേൾക്കാറുണ്ട്. തള്ള അത് വിട്ട്. ഹലോ 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 ഹലോ. മിടുക്കൻ, നിനക്കൊരു ഉമ്മ. അല്ലല്ല, ഇത്രയും നാൾ ഇത് ആരും ഇങ്ങനെ ഇട്ട് തന്നിട്ടില്ല. അതെ സംഭവം. രാജേട്ട ഒരു കാര്യം നോക്കട്ടെ, ഈ പ്ലെയിൻ ദൂരേന്ന് വന്നാണോ പൊങ്ങുന്നത്? അല്ല, ഇവിടെ പൊങ്ങി ഇവിടെ താഴുക. ഞാനിതൊന്ന് പൊക്കട്ടെ. ശരി. ഇങ്ങനെ നോക്കല്ലേ, ഇവിടെ മാറി നിൽക്കും. പ്രാക്കമ്മ. കൊള്ളാല്ലേ? കൊള്ളാം കേട്ടാ. അടുത്ത പൊക്ക് താക്ക്. അടുത്തത് ഈ അണപ്പൊന്ന് മാറട്ടെ. ഇത് പൊക്കെ. കൊള്ളാല്ലേ? ഇനിയിപ്പോ എന്താണ് സംഭവം? ഇനി ഈ പൊങ്ങിപ്പോയ വിമാനം ദോണ്ട ഹെലികോപ്റ്റർ. അത് ഇവിടുത്തെ പയ്യന്മാർക്ക് അങ്ങനെ നക്കി നക്കി വിടുന്ന കാണാൻ ചിലര്. ആണല്ലേ? എനിക്ക് വശമില്ല. അതല്ല, ഇനി ഞാൻ ദൂരേന്ന് വന്ന് ഈ പൊങ്ങിപ്പോയ വിമാനം ദൂരേന്ന് വന്ന് താഴുന്നു. ദൂരേന്ന് വന്ന് താരും. ഇവിടുത്തെ ധാരണ സാറിന് എവിടെ താക്കണം? പിന്നെ സാറ് ഒരു കാര്യം ചെയ്യും. ഈ വിമാനം താഴുമ്പോ സാർ ഇവിടെ നിൽക്കരുത്. വേണ്ട. അല്ലെങ്കിൽ മൈതാനം വന്ന് പറഞ്ഞ് ഇവിടെ ലാൻഡ് ചെയ്യും. പിന്നെ ഈ സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാവോ? ഇനി വാ സാറേ. സാറിങ്ങി വാ. സാറിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടല്ല, പിന്നെ ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാം. അത് സാറിന്റെ തലേന്ന് എന്റെ തലയിൽ പേൻ കയറത്തില്ല. അത് വളരാനുള്ള സസ്യം ഈ തലയിലില്ല. അതുകൊണ്ടാണ് ചോദിച്ചു പഠിച്ചതാ. അഥവാ ഒരു പേനുണ്ടെങ്കിൽ ഈ കാട്ടിന്ന് ഈ കാട്ടി പോകുമ്പോ ഈ മൈതാനത്തിട്ട് തല്ലിക്കൊല്ലും. മാറി നിൽക്കി. ഹലോ, ദൂരം വന്ന് താരുന്നേ. ഈ ദൂരേന്ന് വന്ന് താഴ്ന്നു വിമാനം. ദൂരേന്ന് വന്ന് താഴുന്നു. ഈ പോയ വിമാനമാണ്. പിന്നെ പോയതല്ലേ, പൊങ്ങിയതല്ലേ താഴുന്നത്. ദൂരേന്ന് വന്ന് താഴുന്നു. കേട്ടല്ലോ, പറഞ്ഞു കേട്ടല്ലോ. പിന്നെ എപ്പോഴും പറഞ്ഞത് രായണ്ണ ദൂരേന്ന് വന്ന് താഴുന്നു. മടത്തറ രായൻ. അളിയെ മുംബൈയിൽ പിടിച്ചോണ്ടൊക്കെ നിൽക്കുക. അന്ന് ആ സമയത്ത് അളിയാമെന്ന് താത്ത് കളിയാ എനിക്കൊരു സഹായത്തിന്. താത്തോട്ടെ, നീ ഒന്ന് മാറി നിൽക്കും.
നന്നാപ്പുറത്ത് പ്രതിമ ദൂരെ നിന്ന് തടിങ്ങനെ നിൽക്കുക. ഇടയ്ക്ക് കിടക്കണം. പെണ്ണിങ്ങടെ സ്വരവും പറഞ്ഞു വന്നപ്പോ ഞങ്ങളെ സാറെന്നല്ലേ വിളിച്ചത്. അതായത് ഞാൻ ഇങ്ങോട്ട് ബഹുമാനം തന്നാൽ അങ്ങോട്ടും തരും. അത്രേ ഉള്ളൂ. സമയം താക്ക. വിമാനം ദൂരെ നിന്ന് വരുന്നു. കൈയടിട്ടിയപ്പോ അങ്ങ് ഷൈൻ ചെയ്തല്ലേ. എവിടെ രായണ്ണ നല്ലത് ചെയ്താൽ കൈയടിക്കും. ഇല്ലേ മോനെ? കൈയടിക്കും. നല്ലപോലെ കൈയടിക്കും. ഞാൻ പറഞ്ഞും പോയി. കൈയടിച്ച് കൈ തേയും. നിനക്ക് പറയാം, ഞാനിവിടെ കിടന്ന് ശ്വാസം മുട്ടുവാ. ശരി, ദൂരെ നിന്ന് താഴെ ഇങ്ങനെ താക്കൊന്ന് നോക്കട്ടെ. ദൂരെ നിന്ന് താഴുന്നു. ദൂരെ താഴെ നോക്കി ചിരിക്കലേ ഇങ്ങനെ ഇങ്ങനെ നിന്നുണ്ട്. വായ ഏതെന്നോലും അറിയില്ല അവന്. മുഖം മൊത്തം എനിക്കറിയത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കും. അതെ, ഇങ്ങനെ വിളിച്ചാ വരുമോ? അങ്ങനെയല്ല, ഞാൻ തൊണ്ട ശരിയാക്കാം. ഓക്കെ. അമ്മയ്ക്ക് അവിടെ നിന്ന് ചിരിച്ചാൽ മതി. ഞാൻ ഇവിടെ കിടന്ന് ഉരുകുവാ. പറഞ്ഞും പോയി. താക്ക, നിന്റെ മുക്കറ വന്നാ നീ ഇടാൻ പോകുന്നു തോന്നുന്നുണ്ട്. താക്കാന് നീ ചിരിക്കാത്ത മനുഷ്യനല്ലേ? നീ വന്നനം ഏതാണ്ട് മയക്കുമരുന്ന് കുത്തി നിർത്തിയതാണ്. അല്ലെങ്കിൽ വിളിച്ച പറഞ്ഞങ്ങ് വന്നല്ലേ. വിളിച്ചാ ഓടിങ്ങി വരും. എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവർ എന്തെങ്കിലും കഷ്ടപ്പെട്ടവനെ. ഹലോ, ആ വിമാനം വെയിറ്റ് ചെയ്യണം, കൂടെ ഇറങ്ങി. ശരി. അടിപൊളി. മണത്തറ ഇത്രയും ഒരു നല്ല കലാകാരനുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങളുടെ നാടാ അടിപൊളിയാ. ആണോ? അപ്പൊ എല്ലാവർക്കും കൈയടിച്ചവർക്കെല്ലാം, കൈയടിക്കാത്തവർക്കും PP ഊതി അളിയനും എല്ലാവർക്കും നന്ദി. മണിച്ചേട്ടൻ ഇഷ്ടമാണോ? മണിച്ചേട്ടനെ ഇഷ്ടമാണ്. പാട്ട് പാടോ? പാട്ട് പാടും. രണ്ടുപേരും പാടുവോ? പിന്നെന്താ? ഓക്കെ, റെഡി. മണിച്ചേട്ടന് വേണ്ടി നമ്മുടെ ഒരു പാട്ട്. ഓക്കെ, താളം അടിക്കണേ. ഓക്കെ. നീയും അടിക്കണേ. തലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. ചലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. ചലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണ്. മീനും കൊണ്ടൻ ചെറുവട്ടം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടൻ ചെറുവട്ടം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചിഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിനായി. നേരം പോയി മീനും ചിഞ്ഞേ ഇന്നത്തെ കച്ചവടം വെള്ളത്തിനായി. ചലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. തലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിനെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. തലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഇഷ്ടപ്പെട്ടോ? നല്ല ക്ലാപ്പ് കൊടുത്ത്. ഓക്കെ, താങ്ക് യു.